മിനിറ്റ് സെക്കൻഡ് സൂചിയും ക്ലർക്ക് പറയുന്നത് എടാ അടുത്ത ട്രെയിൻ 10:25 ഓൾറെഡി ഉള്ള ട്രെയിൻ പോയിട്ട് 20 മിനിറ്റാകുന്ന കൃത്യസമയം 60+/- എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷകൾക്ക് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ക്ലോക്കാണ്. ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷകൾക്ക് ഇതുവരെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചോ അത് മുഴുവനുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൂടെ ആകുമ്പോഴത്തേക്കിന് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ ചെയ്തു മാറും. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നു തോന്നിയാൽ തീർച്ചയായും അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ഈ ഒരു ചാനലിന് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ട്രിക് ടേൺ എന്ന് തന്നെയാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെയും പേര്. അതിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം. ഓരോ ടോപ്പിക്ക് ഇപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ കൂടുതലും കൊടുത്തു പോകുന്നത്. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഇടാറുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഇടാറുണ്ട്. ഡൗട്ടുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ ഡിസ്കസും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടെലിഗ്രാമിൻ്റെ മേളിൽ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ട്രിക് ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ഇപ്പോൾ 2023 ഡിഗ്രി മെയിൻസിന് ചോദിച്ച വളരെ വ്യത്യസ്തമായ എന്നാൽ സിമ്പിളായ ഒരു ചോദ്യം. A train for New Delhi leaves every 50 minutes from a railway station. മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ 50 മിനിറ്റ് കൂടുമ്പോഴും ന്യൂഡൽഹിയിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടും. എല്ലാ 50 മിനിറ്റ് കൂടുമ്പോഴും ന്യൂഡൽഹിയിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടും. ഓക്കെ. An enquiry clerk told a man that the train had already left 20 minutes ago. അതായത് എൻക്വയറിയിൽ ഇരിക്കുന്ന ഒരു ക്ലർക്ക് ഒരാളോട് പറഞ്ഞു 20 മിനിറ്റ് മുമ്പ് ട്രെയിൻ ഓൾറെഡി പോയി. ആൻഡ് ദ നെക്സ്റ്റ് ട്രെയിൻ വിൽ ലീവ് അറ്റ് 1:25 AM. അടുത്ത ട്രെയിൻ വരുന്നത് 10:25 അല്ലെ, അടുത്ത ട്രെയിൻ പോകുന്നത് 10:25 രാവിലെ AM. അറ്റ് വാട്ട് ടൈം വാസ് ദ ഇൻഫോർമേഷൻ ഗിവൺ ടു ദാറ്റ് മാൻ? അങ്ങനെയാണ് ഏത് സമയത്താണ് അല്ലെങ്കിൽ ഇയാൾ എപ്പോഴാണ്, ഈ ക്ലർക്ക് എപ്പോഴാണ് അയാളോട് ഈ ഒരു വിവരം പറഞ്ഞത് എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു ട്രെയിൻ ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ 50 മിനിറ്റ് കൂടുമ്പോഴും പോകും. ഒരു ട്രെയിൻ ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ 50 മിനിറ്റ് കൂടുമ്പോഴും പോകും. ഒരു ക്ലർക്ക് ഒരാളോട് പറയുകയാണ്, എടാ 20 മിനിറ്റ് മുമ്പ് ട്രെയിൻ പോയി, അടുത്ത ട്രെയിൻ ഇനി പോകുന്നത് 10:25. അങ്ങനെയാണ് ഇത് ഇയാള് ആ ക്ലർക്ക് ആ മനുഷ്യനോട് എപ്പോഴാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞത് കൃത്യസമയം എത്രയാണ് എന്നതാണ് ചോദ്യം. ഏത് കൃത്യസമയത്താണ് ക്ലർക്ക് ആ മനുഷ്യനോട് പറയുന്നത് ട്രെയിൻ ഓൾറെഡി 20 മിനിറ്റ് മുമ്പ് പോയി, അടുത്ത ട്രെയിൻ ഇനി 10:25 എന്ന് ആ ക്ലർക്ക് പറയുന്നത് ഏത് കൃത്യസമയത്താണ്? ഓക്കെ ആണോ? അപ്പം നമുക്ക് മനസ്സിലായി അടുത്ത ട്രെയിൻ വരുന്നത് മക്കളെ 10:25. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അടുത്ത ട്രെയിൻ വരുന്നത് രാവിലെ 10:25. അപ്പോൾ സ്വാഭാവികമായും ഇതിന് മുമ്പുള്ള ട്രെയിൻ പോയത് 10:25 നിന്ന് 50 മിനിറ്റ് മുമ്പാണ്. 10:25 നിന്ന് 50 മിനിറ്റ് മുമ്പ് എന്ന് പറയുമ്പോൾ 9:35 ഇതിനു മുമ്പുള്ള ട്രെയിൻ പോയത്. എന്തുകൊണ്ടാ? 50 മിനിറ്റ് കൂടുമ്പോൾ എപ്പോഴും ട്രെയിൻ പോകും. നമ്മളോട് ആ ക്ലർക്ക് പറയുന്നു 10:25 അടുത്ത ട്രെയിൻ വരും. അങ്ങനെയാണ്
ഇതിനു മുമ്പുള്ള ട്രെയിൻ പോയത് 10:25-ന് 50 മിനിറ്റ് മുമ്പ്, 10:25-ന് 60 മിനിറ്റ് മുമ്പ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞാൽ അത് 9:25 അപ്പോൾ 50 മിനിറ്റ് മുമ്പ് എന്ന് പറയുമ്പോൾ 9:35-നാണ് ഇതിനു മുമ്പുള്ള ട്രെയിൻ പോയത്. ഓക്കെ ആണോ? മുമ്പോട്ട് വാ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. 10:25-ൽ നിന്നൊരു 50 മിനിറ്റ് പുറകെ എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് പുറകെയാണെങ്കിൽ 10:15, 20 മിനിറ്റ് പുറകെയാണെങ്കിൽ 10:05, 30 മിനിറ്റ് പുറകെയാണെങ്കിൽ 9:55, 40 മിനിറ്റ് പുറകെയാണെങ്കിൽ 9:45, 50 മിനിറ്റ് പുറകെ എന്ന് പറയുമ്പോൾ 9:35. ഇങ്ങനെ കയ്യെ കുറയ്ക്കാം. ഇനി അതുമല്ല 60 മിനിറ്റ് 1 മണിക്കൂർ പുറകിലായിരുന്നെങ്കിൽ 9:25 50 മിനിറ്റ് പുറകിലായതുകൊണ്ട് 10 മിനിറ്റൂടെ മുന്നിൽ വന്നു 9:35 എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം എന്തൊക്കെയുണ്ട്? 10:25-നാണ് അടുത്ത ട്രെയിൻ വരുന്നത്. അങ്ങനെയാണ് ഇതിനു മുമ്പുള്ള ട്രെയിൻ പോയത് 9:35-നാണ്. ഇനി ആ ക്ലർക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓൾറെഡി 20 മിനിറ്റിന് മുമ്പ് ട്രെയിൻ പോയി. 20 മിനിറ്റിന് മുമ്പ് ട്രെയിൻ പോയി എന്ന് പറഞ്ഞാൽ 9:35-ന്റെ ട്രെയിൻ പോയി കഴിഞ്ഞ് 20 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മളോടൊരാൾ പറയുക, എടാ നീ വരുന്നതിന് 20 മിനിറ്റ് മുമ്പ് ട്രെയിൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രെയിൻ പോയിട്ട് 20 മിനിറ്റായി. ഇതിനു മുമ്പുള്ള ട്രെയിൻ പോകുന്നത് 9:35-നാണ്. അപ്പൊ ട്രെയിൻ പോയിട്ട് 20 മിനിറ്റ് ആയി എന്ന് പറയുമ്പോൾ 9:35 കഴിഞ്ഞ് 20 മിനിറ്റും കൂടെ വന്നു. 10 മിനിറ്റ് ആണെങ്കിൽ 9:45, 20 മിനിറ്റ് ആണെങ്കിൽ 9:55. സോ നമ്മുടെ ഉത്തരം 9:55 AM. 9:55 രാവിലെ 9:55 ആവുമ്പോഴേ ഇയാൾക്ക് പറയാൻ കഴിയൂ ട്രെയിൻ പോയിട്ട് 20 മിനിറ്റ് ആയി എന്ന്. കാര്യം 9:55-ന് പറയാ ട്രെയിൻ പോയിട്ട് 20 മിനിറ്റായി. സത്യമാണ്. കാര്യം 9:35-നായതിനു മുമ്പുള്ള ട്രെയിൻ പോയത്. ഇനി അടുത്ത ട്രെയിൻ 10:25 എന്ന് പറയുമ്പോൾ 9:35 കഴിഞ്ഞ് 50 മിനിറ്റ് കഴിയുമ്പോഴാണ് 10:25. ഇത് കൃത്യമായി പറയണമെങ്കിൽ ഇയാൾ പറയുന്നത് കൃത്യം 9:55-നായിരിക്കണം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ആദ്യമായി കേൾക്കുന്നവർക്ക് ഒരു പുക പോലെ തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരാൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുകയാണ് ട്രെയിൻ എപ്പോൾ പോയി, ട്രെയിൻ എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്ലർക്ക് പറയുകയാണ്, എടാ ട്രെയിൻ പോയിട്ട് 20 മിനിറ്റ് ആയി. ഓൾറെഡി ലെഫ്റ്റ് 20 മിനിറ്റ്സ് എഗോ. 20 മിനിറ്റുകൾക്ക് മുമ്പ് ട്രെയിൻ പോയി. ഓക്കെ. ഇനി അടുത്ത ട്രെയിൻ 10:25-നാണ്. നമുക്കറിയാം അടുത്ത ട്രെയിൻ 10:25-നാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എല്ലാ 50 മിനിറ്റ് കൂടുമ്പോഴും ട്രെയിൻ ഉണ്ട്. അടുത്ത ട്രെയിൻ 10:25-നാണെങ്കിൽ ഇതിനു മുമ്പുള്ള ട്രെയിൻ 10:25-നും 50 മിനിറ്റ് മുമ്പാണ്. ഇതിന് ശേഷമുള്ള ട്രെയിൻ 10:25 കഴിഞ്ഞ് 50 മിനിറ്റ് കഴിഞ്ഞാണ്. ഇവിടെ നമ്മളോട് ക്ലർക്ക് പറയുന്നു അടുത്ത ട്രെയിൻ 10:25-നാണ്. അടുത്ത ട്രെയിൻ 10:25-നാണെങ്കിൽ ഇതിനു മുമ്പുള്ള ട്രെയിൻ പോയത് 50 മിനിറ്റുകൾക്ക് മുമ്പ്. 10:25-ൽ നിന്ന് 50 മിനിറ്റ് പുറകിലോട്ട് പോയി നോക്കിയാൽ 50 മിനിറ്റ് പുറകോട്ട് കുറച്ചാൽ നമുക്ക് മനസ്സിലായി 9:35-നാണ് ട്രെയിൻ പോയത്. അപ്പോൾ ഓൾറെഡി പോയ ട്രെയിൻ 9:35-നാണ്. അടുത്ത ട്രെയിൻ 10:25-നാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നു, ഇയാൾ പറയുകയാണ് ട്രെയിൻ ലെഫ്റ്റ് 20 മിനിറ്റ്സ് എഗോ. 20 മിനിറ്റുകൾക്ക് മുമ്പ് ട്രെയിൻ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനിപ്പം നിങ്ങളോട് പറയാം, നിങ്ങൾ താമസിച്ചു പോയി. 20 മിനിറ്റുകൾക്ക് മുമ്പ് ട്രെയിൻ പോയി. അപ്പം ട്രെയിൻ പോയി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി. ഞാൻ നിങ്ങളോട് പറയാ, എടാ ഒരു 5 മിനിറ്റ് നേരത്തെ വന്നൂടെ, ബസ് പോയി. അപ്പം ബസ് പോയി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി. ഞാൻ നിങ്ങളോട് പറയാ, എടാ നീ ഒരു 20 മിനിറ്റ് നേരത്തെ വന്നൂടെ, ട്രെയിൻ പോയി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി. ട്രെയിൻ പോയി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രെയിൻ പോയിട്ട് 20 മിനിറ്റ് ആയി. അത് തന്നെ, വേറൊന്നുമില്ല. അപ്പൊ ട്രെയിൻ പോയത് 9:35-നാണ്. അപ്പൊ ട്രെയിൻ പോയിട്ട് 20 മിനിറ്റുകൾക്ക് മുമ്പ് ട്രെയിൻ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 9:35-ന് ട്രെയിൻ പോയി. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കൂടെ കടന്നുപോയി. 9:35 കഴിഞ്ഞ്
20 മിനിറ്റും കൂടെ ആവുമ്പോൾ നമുക്ക് പറയാം 9:55 കുഞ്ഞുങ്ങളെ 9:55 ആവുമ്പോഴേ ആ ക്ലർക്കിന് പറയാൻ കഴിയൂ ഓൾറെഡി ട്രെയിൻ പോയിട്ട് 20 മിനിറ്റ് ആയി എന്ന്. കാര്യം 20 മിനിറ്റുകൾക്ക് മുമ്പ് ട്രെയിൻ പോയി എന്ന്. കാര്യം ട്രെയിൻ പോയത് 9:35 9:55 ആവുമ്പോൾ 20 മിനിറ്റ് കായിട്ടുണ്ട്. പിന്നെ 9:55 ആവുമ്പോഴേ ആ ക്ലർക്കിന് പറയാൻ കഴിയൂ അടുത്ത ട്രെയിൻ 10:25 വരുമെന്ന്. ഇങ്ങനെ പറയാൻ കാര്യം ഓൾറെഡി കഴിഞ്ഞ ട്രെയിൻ പോയത് 9:35 നമുക്കറിയാം 50 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അടുത്ത ട്രെയിൻ വരും. 9:35 നിന്ന് 50 മിനിറ്റ് കഴിയാന്ന് പറഞ്ഞാൽ 10:25. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ക്ലർക്കിന് പറയണമെങ്കിൽ കൃത്യസമയം എന്ന് പറയുന്നത് മക്കളെ 9:55 ആവണം. 9:55 ഇത് പറയാൻ കഴിയൂ. പെട്ടെന്ന് ചെയ്തത് ഒന്നുകൂടെ പറയുന്നു മക്കളെ. അടുത്ത ട്രെയിൻ 10:25. അപ്പോൾ ഇതിനു മുമ്പുള്ള ട്രെയിൻ 50 മിനിറ്റുകൾക്ക് മുമ്പ് 9:35. ഇനി 9:35 ട്രെയിൻ പോയിട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ ക്ലർക്ക് അവനോട് ഇത് പറയുന്നത്. അപ്പോൾ 9:35 നിന്ന് ഒരു 20 മിനിറ്റ് മുന്നോട്ട് പോയിട്ട് 9:55 ആ സമയം. അടുത്ത ചോദ്യം ഇതാണ്: ഹൗ മെനി ടൈംസ് ആർ ദ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് റൈറ്റ് ആംഗിൾ ഇൻ എ ഡേ? ഡിഗ്രി മെയിൻസ് ആണ് 2022. അതായത് എത്ര വട്ടം ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ റൈറ്റ് ആംഗിൾ ആവും, മലയാളത്തിൽ മട്ടകോണാവും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആവും? ഒന്നുകൂടെ പറയുന്നു. ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര വട്ടം റൈറ്റ് ആംഗിൾ ആവും എന്നതാണ് ചോദ്യം. മക്കളെ, ഒരു 4 കാര്യം നിർബന്ധമായും നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മക്കളെ, ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര വട്ടം ഒന്നിക്കും എന്ന് ചോദിച്ചാൽ ഒരു ദിവസം അതിൻ്റെ ഉത്തരം 22. ഒന്നുകൂടെ പറയുന്നു, 22. ഒന്നിക്കുക എന്ന് പറയുന്നതിന് പകരം അവർ ചിലപ്പോൾ കോയിൻസൈഡ് എന്നായിരിക്കും പറയുന്നത് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ടുഗദർ എന്നായിരിക്കും. ഇനി ഒന്നിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ സമയം നമുക്കറിയാം 12 മണി ഒന്നിച്ചിരിക്കുക, 1:05 ഒന്നിച്ചിരിക്കുക, 2:10 ഒന്നിച്ചിരിക്കുക, 6:30 ഒന്നിച്ചിരിക്കുക. 2 സൂചിയും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ കോണളവൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര വട്ടം 0 ഡിഗ്രി ആവും എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കാനായിട്ട് പോവുക. അപ്പോൾ ഒന്നിക്കുന്നത് എത്ര വട്ടം എന്ന് ചോദിച്ചാൽ 22, കോയിൻസൈഡ് 22, ടുഗദർ 22, 0 ഡിഗ്രി 22. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, 22. ഇനി ക്ലോക്ക് പാർട്ട് 4 ട്രിക് ടേൺ എന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ക്ലോക്കിൻ്റെ 4ാമത്തെ ഡീറ്റെയിൽ ആയി ക്ലോക്ക് ചെയ്ത 4ാമത്തെ ക്ലാസ് കിട്ടും. ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് 22 വന്നു, ഏതൊക്കെ സമയങ്ങളിലാണ് വരാത്തത്, എന്തുകൊണ്ട് എതിർദിശയിൽ വരുന്നത് 22, നേർരേഖ 44. ഈ എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയി ഞാൻ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി സമയമില്ലാത്തവരാണ് ജസ്റ്റ് ഇത്രയെങ്കിലും ഒന്ന് കാണാതെ പഠിച്ചിട്ട് പോവുക. ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര വട്ടം ഒരു ദിവസം ഒന്നിക്കും, കോയിൻസൈഡ്, ടുഗദർ, 0 ഡിഗ്രി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് 22. അതിൻ്റെ കൺസെപ്റ്റൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. എല്ലാ മണിക്കൂറിനിടയിലും ഒരു പ്രാവശ്യം ഒന്നിക്കും. ഒന്നിക്കാത്ത 2 മണിക്കൂർ എന്ന് പറയുന്നത് 11 മുതൽ 1 മണി വരെയുള്ള 2 മണിക്കൂറിനിടയിൽ 12 മാത്രമേ ഒന്നിക്കൂ. ഈ ഒരു കാര്യം കൊണ്ടാണ് 12 മണിക്കൂറിൽ 11 പ്രാവശ്യവും എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 22. ഒന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഇത്രയുമെങ്കിലും കാണാതെ പഠിക്കാം. ഇനി ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര വട്ടം എതിർദിശയിൽ വരും എന്ന് ചോദിച്ചാൽ, മക്കളെ, എതിർദിശ എന്ന് പറയുമ്പോൾ ഒരു സൂചി ഇവിടെ, ഒരു സൂചി അവിടെ, ഇങ്ങനെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 6 മണി ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇവിടെ. 12:30 ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇവിടെ. 3:45 ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇങ്ങനെ. എതിർദിശയിൽ എത്ര തവണ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഇങ്ങനെ നേരെ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ, ഇങ്ങനെ വിപരീത ദിശയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കോണളവെന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അവരെ ഒന്നുകിൽ ഓപ്പോസിറ്റിൽ എത്ര പ്രാവശ്യം വരും എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ എത്ര വട്ടം വിപരീത ദിശ അല്ലെങ്കിൽ എതിർദിശ അല്ലെങ്കിൽ 180 ഡിഗ്രി എത്ര പ്രാവശ്യം വരുമെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം 22 ആണ്. ഇനി
ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം ഒരു ദിവസം സ്ട്രെയിറ്റ് ലൈനിൽ വരും എന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ നേർരേഖയിൽ വരുമെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ മാത്രം അതിൻ്റെ ഉത്തരം 44ആണ്. എന്തുവാ? 44. അതെന്തുകൊണ്ടാണ് ഈ നേർരേഖ 44 വന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 12 മണി എന്ന് പറയുന്ന സമയം ഒന്നിച്ചിരിക്കുക. സംഭവം ഒന്നിച്ചായിരിക്കുന്നേ, പക്ഷെ ഒരു നേർരേഖയല്ലേ ഇത്? ആലോചിച്ച് നോക്കി. ഇവർ നേരെയല്ലേ ഇരിക്കുന്നേ? ഇവർ ഒന്നിച്ചിരുന്നാൽ ഇവരിയ്ക്കുന്ന നേരെയാ. അപ്പൊ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന എത്ര സമയമുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു, 22. ഇനി 6 മണി എന്ന് പറയുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കണ്ടോ, ഒരെണ്ണം അവിടെ ഒരെണ്ണം ഇവിടെ, പക്ഷെ സംഭവം ഒരു ലൈനാ, സ്ട്രെയിറ്റ് ലൈനാ, നേർരേഖയാ. ആണോ? അങ്ങനെയും എതിർദിശയിൽ വരുന്ന 22 എണ്ണം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നേർരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ 0 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി. 0 ഡിഗ്രി ഒന്നിച്ചിരുന്നാലും അത് നേർരേഖയാണ്. എതിർദിശ, ഇങ്ങനെ വിപരീത ദിശ എതിരെ ഇരുന്നാലും അത് നേർരേഖയാണ്. 0 ഡിഗ്രി തന്നെ 22 ഉണ്ട്, 180 ഡിഗ്രി തന്നെ 22 ഉണ്ട്. അങ്ങനെ 22 കൂടെ ചേർന്ന് മക്കളെ 44 പഠിച്ചു വെച്ചോണം. ഇനി ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊട്രാക്ടർ കാണാറുണ്ട് നമ്മുടെ ബോക്സിൽ, മട്ട ഇൻസ്ട്രുമെന്റ് ബോക്സിൽ. ഇനി പ്രൊട്രാക്ടറിന്റെ ഏറ്റവും താഴത്തെ ലൈനാണ് നമ്മൾ ഈ റെഫറൻസ് ലൈനായിട്ട് വെക്കുന്നത്. ഇനി ആ മട്ടത്തിൽ പോയി നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ റെഫറൻസ് ലൈനിലും എഴുതിയേക്കുന്ന ഒന്നുകിൽ 0 അല്ലെ 180. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ, അവിടുത്തെ ഏറ്റവും സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടുന്ന് എടുക്കുവാണ് 0, അവിടുന്ന് നോക്കുവാണെങ്കിൽ 180. 0 എന്ന് പറഞ്ഞാലും സ്ട്രെയിറ്റ് ലൈൻ ആണ്, 180 എന്ന് പറഞ്ഞാലും സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ എന്ന് പറഞ്ഞാൽ മാത്രം 22 ചേർന്ന് 44 എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം ഒരു ദിവസം റൈറ്റ് ആംഗിൾ ആവും, മട്ടകോണാവും, 90 ഡിഗ്രി ആവും എന്ന് ചോദിച്ചാലും നമ്മുടെ ഉത്തരം 44. ഒന്നുകൂടെ 44. ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര പ്രാവശ്യം 90 ഡിഗ്രി, ഇതുപോലെ 9 മണി 90 ഡിഗ്രി, അല്ലെ 3 മണി 90 ഡിഗ്രി, എത്ര പ്രാവശ്യം മട്ടകോണാകും, അല്ലെങ്കിൽ ലംബമാകും, റൈറ്റ് ആംഗിൾ ആവും, പെർപെൻഡിക്കുലർ ആവും എന്നൊക്കെ ചോദിച്ചാലും അത് 44ആണ്. മക്കളെ, ഈ 44 വന്നതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാ മണിക്കൂറിനിടയിലും 2 പ്രാവശ്യം മട്ടകോണാവും. അങ്ങനെ 2 പ്രാവശ്യം വരാത്തത് 2 to 3, 7 to 8 ആണ്. അതിൻ്റെ ഇടയിൽ 1 പ്രാവശ്യമേ ഉള്ളൂ. അങ്ങനെ 12 മണിക്കൂറിനിടയിൽ 22, 24 മണിക്കൂറിനിടയിൽ 44 എന്നൊരു കൺസെപ്റ്റ് ഒക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. പറ്റുന്നവരൊന്ന് നോക്കി പഠിച്ചോളുക, ഇല്ലെങ്കിൽ ഇത്രയെങ്കിലും കാണാതെ പഠിക്കുക. ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം 22 പ്രാവശ്യം ഒന്നിക്കും, 22 പ്രാവശ്യം എതിർദിശയിൽ വരും, 22 44 പ്രാവശ്യം സ്ട്രെയിറ്റ് ലൈനിൽ വരും. ഇനി 44 പ്രാവശ്യം റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവും, മട്ടകോണാവും. നമുക്കെല്ലാം ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം 22 പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യും, ഒരു ദിവസം 22 പ്രാവശ്യം ഓപ്പോസിറ്റിൽ വരും, ഒരു ദിവസം 44 പ്രാവശ്യം സ്ട്രെയിറ്റ് ലൈനിൽ വരും, ഒരു ദിവസം ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആവും. മലയാളത്തിൽ ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം 22 പ്രാവശ്യം ഒന്നിക്കും, ഒരു ദിവസം 22 പ്രാവശ്യം വിപരീത അല്ലെങ്കിൽ എതിർദിശയിൽ വരും. ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 44 പ്രാവശ്യം നേർരേഖയിൽ വരും. ഒന്നിക്കുന്നത് നേർരേഖ, എതിർദിശ നേർരേഖ, 44. ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം 44 പ്രാവശ്യം ലംബം അല്ലെ മട്ടകോണാവും. ഇനി കോണളവ് വെച്ച് പറയുകയാണെങ്കിൽ 0 ഡിഗ്രി ഒന്നിക്കുക 22, 180 ഡിഗ്രി എതിർദിശ 22. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 0 അല്ലെ 180, രണ്ടും 22 44. ഇനി 90 ഡിഗ്രി 44. ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. ഹൗ മെനി ടൈംസ് ആർ ദ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് റൈറ്റ് ആംഗിൾ ഇൻ എ ഡേ? ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര പ്രാവശ്യം റൈറ്റ് ആംഗിൾ ആവും, മട്ടകോണാകും,
ലംബമാകും, ഇതുപോലെ ലംബമാവും, പെർപെൻഡിക്കുലർ ആവും എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതിക്കൊള്ളുക 44. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നിക്കുന്നത് 22, എതിർദിശയിൽ വരുന്നത് 22, നേർരേഖയാവുന്ന 222 44, 90 ഡിഗ്രി ലംബമാവുന്നത് മട്ടകോണാവുന്നത് 44. അടുത്ത ചോദ്യം 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 വന്ന ചോദ്യം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 വിൽ ദ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ബി അറ്റ് റൈറ്റ് ആംഗിൾസ്? മലയാളത്തിൽ പറഞ്ഞാൽ ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 4 മണിക്കും 5 മണിക്കും ഇടയിൽ റൈറ്റ് ആംഗിൾ ആവാൻ എടുക്കുന്ന കൃത്യസമയം. ഒന്നുകൂടെ പറയുന്നു, ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ റൈറ്റ് ആംഗിൾ ആവാൻ അല്ലെ മട്ടകോണാകാൻ എടുക്കുന്ന കൃത്യസമയം എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ മക്കളെ, ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ എല്ലാ ചോദ്യവും ഒന്നുകിൽ നിങ്ങളോട് ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന അല്ലെങ്കിൽ 0 ഡിഗ്രി ആവുന്ന കൃത്യസമയം ചോദിക്കും, അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നുകിൽ നിങ്ങളോട് ഓപ്പോസിറ്റിൽ അല്ലെ 180 ഡിഗ്രി ആവുന്ന കൃത്യസമയം ചോദിക്കും, അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 90 ഡിഗ്രി ആവുന്ന അല്ലെ പെർപെൻഡിക്കുലർ ആവുന്ന കൃത്യസമയം ചോദിക്കും. ഒന്നുകിൽ നിങ്ങളോട് ഒന്നിക്കുന്ന 0 ഡിഗ്രി ആവുന്ന സമയം ചോദിക്കും, അല്ലെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആവുന്ന സമയം ചോദിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവുന്ന സമയം ചോദിക്കും. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലെ റൈറ്റ് ആംഗിൾ ആവുന്ന സമയം ചോദിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ആണ്, ലംബമാണ്, മട്ടകോണാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതെങ്ങനെ ചെയ്യും? നിങ്ങളോട് ഈ ചോദ്യം എങ്ങനെയൊക്കെ വരാം. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന കൃത്യസമയം, ഇംഗ്ലീഷിൽ കോയിൻസൈഡ് ആവുന്ന 0 ഡിഗ്രി ആവുന്ന കൃത്യസമയം. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഓപ്പോസിറ്റ് ആവുന്ന അല്ലെ എതിർദിശയിൽ വരുന്ന 180 ആവുന്ന കൃത്യസമയം ചോദിക്കാം. പിന്നെ ഇപ്പം ചോദിച്ച പോലെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ പെർപെൻഡിക്കുലർ ആകുന്ന 90 ഡിഗ്രി ആവുന്ന കൃത്യസമയം ചോദിക്കാം. ഈ 3 ചോദ്യങ്ങളും ഇവിടുന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഈ 3 ചോദ്യവും നമുക്ക് ഒരുമിച്ചൊന്ന് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന കൃത്യസമയം, കോയിൻസൈഡ് ആവുന്ന കൃത്യസമയം. നമ്മൾ ആദ്യം എഴുതും 4 മണി കഴിഞ്ഞു. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, അതെന്തോ അങ്ങനെ എഴുതി? 4 മണിക്കും 5 മണിക്കും ഇടയിൽ പിന്നെ 5 മണി കഴിഞ്ഞെന്ന് എഴുതാൻ പറ്റില്ലല്ലോ. 4 മണി കഴിഞ്ഞു. കാര്യം 4നും 5നും ഇടയിലാണ്. അപ്പം 4, 5, 10 എന്തെങ്കിലും ആട്ടെ, 4 മണി കഴിഞ്ഞു. 4നും 5നും ഇടയിൽ അല്ലേ? ഇനി ഒന്നിക്കുന്ന കൃത്യസമയം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 60a/11. ഒന്നുകൂടെ പറയുന്നു, 60a/11. ഒന്നുകൂടെ പറയുന്നു, 60a/11. മക്കളെ, എയുടെ സ്ഥാനത്ത് ആദ്യത്തെ സമയം നമ്മൾ കൊടുക്കുക. 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് 4 കൊടുക്കാം. 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് 7 കൊടുക്കാം. 8 മണിക്കും 9 മണിക്കും ഇടയിലാണെങ്കിൽ 8 കൊടുക്കാം. 10 മണിക്കും 11 മണിക്കും ഇടയിലാണ് 10 കൊടുക്കാം. 60a/11. അപ്പോൾ 60 ഇൻറ്റു 4 മണിക്കും 5 മണിക്കും ഇടയിലാണ്ട് 4/11. ഈ ചോദ്യം ഒന്നും വെട്ടിപ്പോകത്തില്ല. ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. മിക്കവാറും PSC പരീക്ഷയിൽ പോയിന്റ് ആക്കത്തില്ല, മിക്സഡ് ആക്കി ഇടുമായിരിക്കും ചെയ്യുക. ഇത് വെട്ടാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് 60 ഇൻറ്റു 4 ചെയ്തു 240 240നെ സൈഡിൽ കൊണ്ടുപോയി 11 ഉണ്ട്. 240 11 2 മക്കളെ 22. ഇനി 2 0 11 1 11 ബാക്കി ശിഷ്ടം 9. ഓക്കെ, 11 2 22 2 0 11 1 11 ബാക്കി ശിഷ്ടം 1. അപ്പം മെയിൻ ആൻസർ 21. ശിഷ്ടമായ 9 മുകളിൽ
ഹരിച്ച സാധനമായ 11 താഴെ. ഇത്തരത്തിലുള്ള എല്ലാ കേസിലും 11 ആയിരിക്കും താഴെ വരാൻ പോകുന്നത്. മെയിൻ ആൻസർ 21, ശിഷ്ടമായ 9 മുകളിൽ, ഹരിച്ച സാധനമായ 11 താഴെ. സോ നമ്മുടെ ഉത്തരം 4:21 9/11 ആയിരിക്കും. ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന അല്ലെ കോയിൻസൈഡ് ആവുന്ന അല്ലെ 0 ഡിഗ്രി ആവുന്ന എക്സാക്ട് സമയം. അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. 4 മണിക്കും 5 മണിക്കും ഇടയിൽ 4 മണി കഴിഞ്ഞു എന്ന് എഴുതിയിട്ടു. കൃത്യസമയം കാണാനുള്ള ഇക്വേഷൻ, ഒന്നിക്കുന്ന 0 ഡിഗ്രി ആവുന്ന കൃത്യസമയം കാണാനുള്ള ഇക്വേഷൻ 60a/11. എയുടെ സ്ഥാനത്ത് ആദ്യത്തെ സമയം 4 ചെയ്തു വന്നു. 4:21 9/11 സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ വരുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെയായിരിക്കും, ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും എഴുതുക. 21 9/11 മിനിറ്റ്സ് പാസ്റ്റ് 4. 4 മണിക്ക് ശേഷം ഇത്ര മിനിറ്റ് എന്നായിരിക്കും പറയാൻ പോകുന്നത്. ഇനി അടുത്ത ചോദ്യം, 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഓപ്പോസിറ്റ് ആവുന്ന അല്ലെ 180 ഡിഗ്രി ആവുന്ന കൃത്യസമയം. അപ്പോഴേ നമ്മൾ എഴുതി 4 മണി കഴിഞ്ഞു. 4 മണിക്കും 5 മണിക്കും ഇടയിലല്ലേ? അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഈ ഓപ്പോസിറ്റ് ആവുന്ന കൃത്യസമയം. ഇപ്പം ഏകദേശം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് 4:50 കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആവുന്നു. പക്ഷെ ആ ഒരു ധാരണ വേണ്ട, നമുക്ക് കൃത്യസമയമാണ് വേണ്ടി. അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയിൽ 4 മണി കഴിഞ്ഞു എന്ന് എഴുതി. കാര്യം 4 മണിക്ക് 5 മണിക്ക് ഇടയിൽ എന്ന് പറയാൻ 4 മണി കഴിഞ്ഞാണല്ലോ. ഇനി ഓപ്പോസിറ്റിൽ വരുന്ന സമയം കാണാൻ 60a/11 എന്ന് തന്നെ കൊടുക്കുക. ഒന്നുകൂടെ പറയുന്നു, 60a/11 എന്ന് തന്നെ കൊടുക്കുക. അപ്പൊ കുറച്ച് പേരുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സാധനം, 60a/11 കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഇക്വേഷൻ അല്ലേ, ചെറിയൊരു വ്യത്യാസമുണ്ട്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ 4 മണി കഴിഞ്ഞു. എതിർദിശയിൽ വരുമ്പോൾ എയുടെ സ്ഥാനത്ത് മുമ്പേ നമ്മൾ ആദ്യം കിടക്കുന്ന സമയമാണ് കൊടുത്തത്. ഇവിടെ ആദ്യം കിടക്കുന്ന സമയത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ള ആളെ കൊടുക്കുക. രണ്ടാമത് കിടക്കുന്ന സമയം എന്നൊന്നും പറയരുത്. ആദ്യം കിടക്കുന്ന സമയത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ള ആളെ കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 4 മണിക്കും 5 മണിക്കൂടെ 4 ഓപ്പോസിറ്റിൽ 1 കണ്ണടച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല 10 ആണെന്ന്. ക്ലോക്കിലെ സംഖ്യ മാത്രമേ ഈ ഇക്വേഷൻ്റെ അകത്ത് ഉപയോഗിക്കാവൂ. ആദ്യം കിടക്കുന്ന സമയത്തിൻ്റെ ഓപ്പോസിറ്റ്, ക്ലോക്കിൽ 4 ഓപ്പോസിറ്റിൽ ആരാ? 10. അപ്പോൾ 60 ഇൻറ്റു 10/11 എന്ന് കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റിൽ വിപരീത അല്ലെ 180 എന്ന് പറഞ്ഞ വിപരീതമാണ്, ഓപ്പോസിറ്റുള്ള ആളെ കൊടുക്കുക. ഓക്കെ ആണ്. അപ്പോൾ സ്വാഭാവികമായും 2 1 വന്നാൽ 7 വരും, 2 വന്നാൽ 8 വരും, 3 വന്നാൽ 9 വരും, 4 വന്നാൽ 10 വരും, ഇങ്ങനെ പോകും. ഇനി നിങ്ങൾക്ക് മൈൻഡിൽ ഓപ്പോസിറ്റുള്ള ആളെ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഉറപ്പിച്ചോളുക, നിങ്ങൾ ക്ലോക്കിൽ ഒരു 6 നമ്പർ എണ്ണി നോക്കിയാൽ മതി. ഒന്നുകൂടെ പറയുന്നു, ചിലർക്ക് പെട്ടെന്ന് കാണുമ്പോഴാണ് മനസ്സിലാവും 12 ഓപ്പോസിറ്റ് 6 ആണ്, അല്ലെ 10 ഓപ്പോസിറ്റ് 4 ആണ് എന്ന് പെട്ടെന്നൊന്ന് കണ്ണടച്ച് ആലോചിച്ചാൽ കിട്ടും. ഇനി അങ്ങനെ ആലോചിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ക്ലോക്കിന് ഒരു 6 നമ്പർ എണ്ണി നോക്കിയാൽ മതി. ഇപ്പം 4 ഓപ്പോസിറ്റ് ആരാന്നറിയാൻ 5 6 7 8 9 10 കണ്ടോ. ഇനി 1 ഓപ്പോസിറ്റ് ആരാന്നറിയാൻ 2 3 4 5 6 7. ഇനി 3 ഓപ്പോസിറ്റ് ആരാന്നറിയാൻ 4 5 6 7 8 9. ഇനി 10 ഓപ്പോസിറ്റ് ആരാന്നറിയാൻ 11 12. എന്നിട്ട് 13 14 15 എഴുതരുത്, എണ്ണരുത്. ക്ലോക്കിലുള്ള സമയം മാത്രമേ ഇവിടെ ഉപയോഗിക്കാവൂ. ഇവിടെ എല്ലായിടത്തും 11 12 1 2 3 4. ഇനി 12 ഓപ്പോസിറ്റ് ആരാന്നറിയാൻ 18 എന്നൊന്നും എഴുതരുത്, 12 കഴിഞ്ഞ് 1 2 3 4 5 6. ഇനി 9 ഓപ്പോസിറ്റ് പറ, 10 11 12 1 2 3. കണ്ടോ? അപ്പോൾ ഓപ്പോസിറ്റിൽ വരുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളെ എടുക്കണം. നമ്മുടെ പല പുസ്തകത്തിൻ്റെ അകത്തും ഈ ഇക്വേഷൻ 60 a ± 3/11 എന്നാണ്. പക്ഷെ a ± 6/11 എന്നാണ്. ഞാനത് പറയാത്തതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 11 വരുമ്പോൾ നിങ്ങൾ +6 വരുമ്പോൾ 17 എഴുതും. പിന്നെ ഇതിനെ മാറ്റാനൊക്കെ നിൽക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓപ്പോസിറ്റിൽ വരുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളെ എടുക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്,
കയ്യിൽ ഒരു 6 നമ്പർ ക്ലോക്കിൽ എണ്ണി നോക്കിയാൽ മതി. ഇപ്പൊ 11 വരുമ്പോൾ അല്ലെങ്കിൽ 8 വരുമ്പോൾ ഓപ്പോസിറ്റ് എങ്ങനെ എടുക്കും? 9, 10, 11, 12, 13 ഇല്ല 1, 2 കണ്ടോ? ഇങ്ങനെ എണ്ണി നോക്കിയാൽ മതി. അത് ഓപ്പോസിറ്റ് ആയിരിക്കും 6 നമ്പർ. ഓക്കെ, അപ്പോൾ 60 ഇൻറ്റു A/11 അകത്ത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആദ്യം കിടക്കുന്ന സമയത്തിൻ്റെ ഓപ്പോസിറ്റ് A/4 ഓപ്പോസിറ്റ് 5, 6, 7, 8, 9, 10. 60 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600. മക്കളെ 600നെ 11 കൊണ്ട് വായിക്കണം. 11 5 55, ബാക്കി 5 0, 11 4 44, ബാക്കി 6. മക്കളെ മെയിൻ ആൻസർ 54. ശിഷ്ടമായ 6 മുകളില് ഹരിച്ച സാധനമായ 11 താഴെ. നമ്മുടെ ഉത്തരം 454. 6/11 സെറ്റാണ്. മുമ്പോട്ട് പോവാ. അപ്പോൾ ഒന്നിക്കുന്നത് നമ്മൾ പഠിച്ചു, എതിർദിശയിൽ നമ്മൾ പഠിച്ചു. ഇനി മക്കളെ നമ്മൾ പെർപെൻഡിക്കുലർ ആവുന്ന, ലംബമാവുന്ന 90 ഡിഗ്രി ആവുന്ന സമയമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മക്കളെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ലംബമാവുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോഴേ നമ്മൾ എഴുതും 4 മണി കഴിഞ്ഞു. ലംബമാവുക എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, അല്ലെ പെർപെൻഡിക്കുലർ ആവുക, അല്ലെ റൈറ്റ് ആംഗിൾ ആവുക. ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? 4 മണി കഴിഞ്ഞു. ഇനി ഒന്നിക്കുന്ന സമയം കാണാൻ 60A/11, എയുടെ സ്ഥാനത്ത് ആദ്യം കിടക്കുന്ന സമയം. എതിർദിശയിൽ വരുന്ന സമയം കാണാൻ 60A/11, എയുടെ സ്ഥാനത്ത് ആദ്യം കിടക്കുന്ന സമയത്തിൻ്റെ ഓപ്പോസിറ്റ്. ഇനി ലംബമാവുന്ന സമയം കാണാൻ ഇക്വേഷൻ്റെ അകത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ പുറകെ പറയാം. 60A ± 3/11. ഒന്നുകൂടെ പറയുന്നു, 60A ± 3/11. 60A ± 3/11. ഇനി ഈ ചോദ്യത്തിലേക്ക് വാ. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ലംബമാവുന്ന കൃത്യസമയം, റൈറ്റ് ആംഗിൾ ആവുന്ന കൃത്യസമയം. നമ്മൾ എഴുതി 4 മണി കഴിഞ്ഞു. കൃത്യസമയം കാണാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, 60A ± 3/11. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സാധനം, എടാ ഞാൻ 60A + 3/11 ചെയ്യുമോ 60A - 3/11 ചെയ്യുമോ? ഞാൻ പറയുന്നു ഇത് രണ്ടും ചെയ്യണം. ഇത് രണ്ടും ഉണ്ടാവും ആൻസർ ആയിട്ട്. മിക്കവാറും ഈ റൈറ്റ് ആംഗിൾ ആവുക എന്ന് പറഞ്ഞാൽ രണ്ടും കാണും. ഒരു സമയത്തിനിടയിൽ മിക്കവാറും 2 സമയം റൈറ്റ് ആംഗിൾ ആവാറുണ്ട്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഓപ്ഷൻ്റെ അകത്ത് കാണും, അല്ലെങ്കിൽ ഓപ്ഷൻസ് അതിനനുസരിച്ച് അവർ സെറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു 60A + 3/11 നമ്മൾ ചെയ്യണം, 60A - 3/11 നമ്മൾ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ +3 ചെയ്യുകയാണ്. ചിലപ്പോൾ ഒരെണ്ണം കഴിയുമ്പോഴേ കിട്ടൂ, എലിമിനേഷൻ വഴി ബാക്കി ചെയ്യാം, പോട്ടെ. അപ്പോൾ 60 ഇൻറ്റു A എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്ന സമയം, അതിൻ്റെ കൂടെ 3 കൂട്ടണം. 4നും 5നും ഇടയിൽ ആദ്യം കിടക്കുന്ന, രണ്ടാമത് കിടക്കുന്ന സമയത്തിന് ഒരു വിലയില്ല കേട്ടോ. 4നും 5നും ഇടയിൽ ആദ്യം കിടക്കുന്ന സമയം 4, 4ൻ്റെ കൂടെ 3 കൂട്ടുക. 4ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 7. 60 ഇൻറ്റു 7/11. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു, 3 കൂട്ടുമ്പോൾ എങ്ങാണം വല്ല 13, 14, 15 ഒന്നും കിട്ടിയാൽ എടുക്കരുത്. നിങ്ങൾ ക്ലോക്കിൽ നിന്നേ കൂട്ടാവും. ഇപ്പം 11 ആണെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്ത് 3 കൂട്ടുമ്പോൾ 12, 1, 2. 3 കുറയ്ക്കുമ്പോൾ 10, 9, 8. ഇനി 2 ആണെങ്കിൽ 3 കൂട്ടുമ്പോൾ 3, 4, 5. 2 ആണെങ്കിൽ 3 കുറയ്ക്കുമ്പോൾ 2 ആണെങ്കിൽ 3 കുറയ്ക്കുമ്പോൾ 1, 12, 11. എപ്പോഴും ഈ ഇക്വേഷൻ ക്ലോക്കിലുള്ള സംഖ്യകളെ ഉപയോഗിക്കാവൂ. അപ്പോൾ 60A + 3/11. അപ്പോൾ A ആദ്യ സമയത്തിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 5, 6, 7. 60 ഇൻറ്റു 7 420 420നെ 11 കൊണ്ട് ഹരിക്കും. മക്കളെ 11 3 33. ബാക്കി 9 0. 11 8 88. ബാക്കി 2. 4 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ശിഷ്ടമായ 2 മുകളിൽ, ഹരിച്ച സാധനമായ 11 താഴെ. ഞാൻ പറഞ്ഞില്ല എപ്പോഴും 11 ആയിരിക്കും താഴെ വരുന്നത്. ശിഷ്ടമായ 2 മുകളിൽ, ഹരിച്ച സാധനമായ 11 താഴെ. നമുക്ക് പറയാം 4:38 2/11. അപ്പം നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ വരും. ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ 38 2/11 minutes past 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം ചെയ്തപ്പോഴേ കിട്ടി. അടുത്ത ആൻസർ ഇനി ഉണ്ടേ തന്നെ നമ്മൾ PSC എന്തായാലും ക്യാൻസൽ ആവും. കാര്യം അല്ലെങ്കിൽ എയും ബിയും എന്നൊക്കെ വരണമായിരുന്നു, അല്ലെ വേറെ എന്തെങ്കിലും വരണമായിരുന്നു. എയും ബി ഇവിടെ അതില്ല. ഇനി അടുത്തും കൂടെ ഞാനൊന്ന് കാണിക്കാം. 4 മണി കഴിഞ്ഞു. കൃത്യസമയം കാണാൻ 60 A+3 പകരം A-3/11 ചെയ്യണം. 60 ഇൻറ്റു 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 1, 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 1. അത് ക്ലോക്കിലെ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. 3 കുറച്ച് 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 3, 2, 1. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ചിലപ്പോൾ 2 വന്നു എന്നിരിക്കട്ടെ. 2ൽ നിന്ന് 3 കുറച്ച് -1 എഴുതി വെക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഇക്വേഷൻ അത് ഒന്നിക്കുമ്പോഴായിക്കോട്ടെ, എതിർദിശയിലായിക്കോട്ടെ, ലംബമായിക്കോട്ടെ, നിങ്ങൾ ക്ലോക്കിലെ സമയമാണ് എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷനിലും ക്ലോക്കിലെ സമയങ്ങൾ യൂസ് ചെയ്യണം. ഇപ്പം 2 വന്നു, 3 കുറയ്ക്കാൻ പറഞ്ഞാൽ ക്ലോക്കിൽ നിന്ന് കുറയ്ക്കേ 1, 12, 11. 1 വന്നു, 3 കൂട്ടാൻ പറഞ്ഞാൽ 2, 3, 4. 3 കുറയ്ക്കാൻ പറഞ്ഞാൽ 12, 11, 10. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ 4ൽ നിന്ന് 3 കുറയ്ക്കാൻ പറഞ്ഞാൽ 3, 2, 1. 60, 1, 60. മക്കളെ 60നെ 11 കൊണ്ട് ഭാഗിച്ചു. 11, 5, 55, ശിഷ്ടം 5. അപ്പം മെയിൻ ആൻസർ 5. 5 നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാവും. കാര്യം 4, 5 എന്നൊക്കെ പറയുമ്പോൾ വെറും 5 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലടോ. ശരിയാണ്, 100%. 4, 5 പിന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് രൂപം ഇങ്ങനെയല്ലേ, 4, 405, 403, 407 എന്ന് എഴുതി. 4, 5 എന്ന് വെറുതെ എഴുതിയാലും കുഴപ്പമില്ല. 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ശിഷ്ടമായ 5 മുകളിൽ ഹരിച്ച സാധനമായ 11 താഴെ. അപ്പോൾ ഇതും ഇതിൻ്റെ ആൻസറായി വരും, ഇതും ഇതിൻ്റെ ആൻസറായി വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മിക്കവാറും എല്ലാ സമയത്തും മിനിറ്റ് മണിക്കൂർ സൂചികൾ ലംബമാവുന്നത് മാത്രം 2 പ്രാവശ്യം വരും. ഒന്നിക്കുന്നത് എതിർദിശയിൽ ഓരോന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒറ്റയൊക്കെ ഉത്തരം മാത്രം വരുന്നത്. 90 ഡിഗ്രി അല്ലെ റൈറ്റ് ആംഗിൾ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമാവുന്നത് മാത്രം 2 ഉത്തരം വരും. അതുകൊണ്ടാണ് 60 A+or-3/11 ചെയ്യണമെന്ന് പറഞ്ഞത്. 60 A+3/11 ചെയ്യണം, 60 A-3/11 ചെയ്യണം. ക്ലോക്കിലുള്ള സംഖ്യകളെ ഉപയോഗിക്കാവൂ. ഓക്കെ ആണ്. ഇനി ഒന്നുകിൽ ഇതായിരിക്കും ഓപ്ഷൻ്റെ അകത്ത് കാണുക, അല്ലെ ഇതായിരിക്കും ഓപ്ഷൻ്റെ അകത്ത്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞു. കാര്യം എലിമിനേഷൻ വഴി നോക്കുവാണെങ്കിൽ ആകെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് അവരുദ്ദേശിക്കുന്ന ആൻസർ എങ്കിൽ ഇത് ഓപ്ഷനിൽ കാണത്തില്ല. കണ്ടോ? ഇനി ഇതാണ് അവരുദ്ദേശിക്കുന്ന ആൻസർ എങ്കിൽ ഇത് ഓപ്ഷനിൽ കാണത്തില്ല. ഇനി അങ്ങേയറ്റം ഓപ്ഷനിൽ വരുത്താൻ പറ്റുന്ന ഒരു ട്വിസ്റ്റ്, ഓപ്ഷൻ എ ഇത്, ഓപ്ഷൻ ബി ഇത്, ഓപ്ഷൻ സി വേറെ ഏതേലും, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി എന്ന് വേണേൽ പറയാം. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മുടെ ഉത്തരം ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. കാര്യം ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അപ്പോൾ A+or-3/11 ആണ് ശരിയായ കൺസെപ്റ്റ്. അതിൽ ഏതെടുക്കും എന്നുള്ളത് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓപ്ഷൻ. ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇത് കാണില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇത് കാണില്ല. പിന്നെ ഉള്ളത് ഓപ്ഷൻ എ ഇത്, ഓപ്ഷൻ ബി, പിന്നെ ഡി ആയിട്ട് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ അതായിരിക്കും കറക്റ്റ് ആവുന്നത്. കാര്യം രണ്ടും വരാം. ഓക്കെ, മുമ്പോട്ട് വാ. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച സാധനം ഒന്നുകൂടെ പറയുന്നു. ഒന്നിക്കുന്ന സമയം കാണാനുള്ള ഇക്വേഷൻ 60 A/11 ആണ്. എയുടെ സ്ഥാനത്ത് ആദ്യം കിടക്കുന്ന സമയം കൊടുക്കുക. എതിർദിശയിൽ വരുന്ന സമയം കാണാനുള്ള ഇക്വേഷൻ 60 A/11 ആണ്. എയുടെ സ്ഥാനത്ത് ആദ്യം കിടക്കുന്ന സമയത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ള ആളെ കൊടുക്കുക. ഇനി ഓപ്പോസിറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, 180 ആണ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു 6 നമ്പർ ക്ലോക്കിൽ നിന്ന് എണ്ണി നോക്കിയാൽ മതി. 5 ഓപ്പോസിറ്റ് 6, 7, 8, 9, 10, 11. കണ്ടോ? ഇനി ലംബമാവുന്ന സമയം കാണാൻ 60 A+or-3/11. 60 A+3/11 ചെയ്യണം, 60 A-3/11 ചെയ്യണം. ഇനി രണ്ടിലും ഏത് വരണമെന്നുള്ളത് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓപ്ഷൻ. ക്ലോക്കിലെ സംഖ്യയെ ഉപയോഗിക്കാവൂ ഇക്വേഷനിൽ എല്ലായിടത്തും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഇക്വേഷൻ്റെ അകത്തിൽ ഇങ്ങനെയൊക്കെ വന്നതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറയാം. ഇപ്പം 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ 2 സൂചി ഒരിടത്താണെന്ന്. 2 സൂചി ഒരിടത്തായതുകൊണ്ട് അവിടെ ആംഗിൾ ഒന്നും ഇല്ല. ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് 4 മണിക്കും 5 മണിക്കും ഇടയിൽ ആദ്യം കിടക്കുന്ന സമയം തന്നെ കൊടുക്കുക. 0 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ 2 ഒരിടത്ത്. 4, 5 ആകുമ്പോൾ 4 തന്നെ എയുടെ അവിടെ കൊടുത്തു. ഇനി
എതിർദിശ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 180 ഡിഗ്രിയാണ്. ഇവർക്കിടയിൽ ഉണ്ടാവേണ്ട ആംഗിൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആവണം അല്ലെ എതിർദിശയിലാകണമെങ്കിൽ 180 ഡിഗ്രി പോകണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ക്ലോക്കിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. ഇപ്പോൾ 1 to 2 30, 2 to 3 30, 3 to 4 30. അപ്പോൾ ഒരു നമ്പറുകൾ തമ്മിലുള്ള ഡിവിഷൻ 30 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി ആയാൽ മാത്രമേ എതിർദിശയിൽ വരൂ. ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 6 കൂട്ടാൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. ക്ലോക്കിൽ ഒരു 6 സംഖ്യ കൂട്ടിയാൽ 180 ആവും. കാര്യം ഒരു ഡിവിഷൻ മാറുമ്പോൾ 30. അപ്പോൾ 6 ഡിവിഷൻ മാറുമ്പോൾ 6 30 180 ആണ് ഈ പറയുന്ന പോലെ എതിർദിശ. ആലോചിച്ച് നോക്ക്. അപ്പൊ 4 മണി വന്നു, എതിർദിശ എടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു 6 ഡിവിഷൻ 60A/11 A എന്ന് പറയുന്നത് 4-നെതിരെയുള്ള ആള് 10. അതെന്തുകൊണ്ടാ 10 എടുത്തേ? 5, 6, 7, 8, 9, 10 6 ഡിവിഷൻ ആവുമ്പോൾ മാത്രമേ 180 ആവൂ. അതുകൊണ്ടാണ് എതിരെയുള്ള ആളെ എടുക്കുക. ഇനി 60A ± 3/11 എന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തുവാണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ഈ 30 എന്ന് പറയുന്നത് ഒരു ഡിവിഷനാണ്. ഇപ്പം 3 ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ 90 ഡിഗ്രി ആവും. ഇപ്പം 4-ൽ നിന്ന് 3 ഡിവിഷൻ ഫ്രണ്ടിലോട്ട് പോയാൽ 5, 6, 7 3 ഡിവിഷൻ ആകുമ്പോൾ 90. 4-ൽ നിന്ന് ഒരു 3 ഡിവിഷൻ പുറകോട്ട് പോയാൽ 3, 2, 1 3 ഡിവിഷൻ പുറകോട്ട് പോയാലും 90. 3 ഡിവിഷൻ അങ്ങോട്ട് പോയാലും 90 3 ഡിവിഷൻ മേപ്പോട്ട് പോയാലും പുറകോട്ട് പോയാലും 90. അതുകൊണ്ടാണ് അങ്ങോട്ടുള്ളതിനെ A + 3/11 എന്നും പുറകോട്ടുള്ളതിനെ A - 3/11 എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. ഇത് ജസ്റ്റ് ആ ഇക്വേഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം ഒന്നുകൂടെ പറയുന്നു. 10 മണിക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. 10 മണിക്കും 11 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം കാണാൻ 60 10 മണി കഴിഞ്ഞു എന്ന് എഴുതിയ ശേഷം 60A/11 കൊടുത്തു. എയുടെ സ്ഥാനത്ത് ആദ്യം കിടക്കുന്ന സമയം 10 0 ഡിഗ്രിയാണ് 10. ഇനി 10 മണിക്കും 11 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 180 എതിർദിശയിൽ വരുന്ന സമയം കാണാൻ നമ്മൾ 10 മണി കഴിഞ്ഞു എന്ന് കൊടുക്കണം. ഇനി ഇക്വേഷൻ 60A/11 തന്നെയാണ്. എയുടെ സ്ഥാനത്ത് എതിർദിശ 180 ആയതുകൊണ്ട് എതിർദിശ ആയതുകൊണ്ട് എതിരെയുള്ള ആളെ എടുക്കണം. 10-ന് എതിരെയുള്ള ആള് എന്ന് പറയുന്നത് 4. ഇനി എതിരെയുള്ള ആളെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലോക്കിൽ ഒരു 6 സംഖ്യ ഫ്രണ്ടിലോട്ട് കൂട്ടി നോക്കുക. 11 പുറകോട്ട് കൂട്ടിയാൽ അത് തന്നെ വരും. 11, 12, 1, 2, 3, 4. ഓക്കെ. ഇനി 10 മണിക്കും 11 മണിക്കും ഇടയിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ലംബമാകുന്ന റൈറ്റ് ആംഗിൾ ആകുന്ന മട്ടകോണാകുന്ന 90 ഡിഗ്രി ആവുന്ന കൃത്യസമയം കാണാൻ ആദ്യം 10 മണി കഴിഞ്ഞു എന്ന് കൊടുക്കുക. 60A + 3/11 കൊടുക്കുക. എയുടെ സ്ഥാനത്ത് ആദ്യം കിടക്കുന്ന സമയത്തിൻ്റെ കൂടെ 3 കൂട്ടുക. 10-ന്റെ കൂടെ 3 കൂട്ടിയിട്ട് 13 ഒന്നും എഴുതരുത്. ക്ലോക്കിൽ ഒരു 3 11, 12, 1 60 × A/11 60 × 1/11 ഇവിടെ. ഇനി അടുത്തത് 10 മണി കഴിഞ്ഞു. 60 × A - 3/11 എയുടെ സ്ഥാനത്ത് 10. 10-ൽ നിന്ന് 3 കുറയ്ക്കുക. 10-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 10-ൽ നിന്ന് 3 ക്ലോക്കിൽ കുറയ്ക്കുക. 9, 8, 7 60 × 7/11 ഉത്തരം വരും. ഇത് ഞാൻ ഓവറോൾ ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക, പ്രയോജനപ്പെടും. അടുത്ത ചോദ്യം. എ ക്ലോക്ക് ഈസ് സ്റ്റാർട്ടഡ് അറ്റ് നൂൺ. ഒരു ക്ലോക്ക് നൂണിന് സ്റ്റാർട്ട് ചെയ്തു. മക്കളെ, നൂൺ എന്ന് പറഞ്ഞാൽ അങ്ങ് പഠിച്ചു വെച്ചുള്ള ഉച്ച എന്ന് പറഞ്ഞാൽ അത് 12 മണിയാണ്, 12 PM ആണ്. അറിയത്തില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളാം. നൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയം തരണമെന്ന് നിർബന്ധമില്ല. എക്സാക്റ്റ് നൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. 12:00 PM. ഓക്കെ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈ 10 minutes past 5 എന്ന് പറഞ്ഞാൽ 5:10 ആവുമ്പോൾ ദ ഹവർ ഹാൻഡ് ഹാസ് ടേൺഡ് ത്രൂ ഡാഷ്. അങ്ങനെയാണ് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി മുഴുവൻ പോയി എന്നതാണ് ചോദ്യം. അതായത് മണിക്കൂർ സൂചി മാത്രം
രണ്ട് സൂചികൾക്കിടയിലുള്ള കോണളവൊന്നും അല്ല ചോദിക്കുന്നത്. മണിക്കൂർ സൂചി മാത്രം എത്ര ഡിഗ്രി പോയി എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയുന്നു, ഒരു ക്ലോക്ക് നൂണിന് സ്റ്റാർട്ട് ചെയ്തു, അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് 12 PM സ്റ്റാർട്ട് ചെയ്തു. 5:10 ആവുമ്പോൾ ബൈ 10 minutes past 5, 5:10, 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, 5:10 ആവുമ്പോൾ ഹവർ ഹാൻഡ് മണിക്കൂർ സൂചി എത്ര പോയി എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം? ഈ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ചോദ്യത്തിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും ക്ലോക്കിൽ കാണാതെ പഠിക്കേണ്ട ഒരു 2 പോയിന്റുകൾ നിങ്ങളോട് പറയാം, പഠിക്കണം. മക്കളെ, ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി തിരിയും. ഒന്നുകൂടെ പറയുന്നു, ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി തിരിയും. 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. കാണാതെ പഠിച്ചോണം. ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന് വന്നതെന്നൊക്കെ ക്ലോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ പാർട്ട് 1 ഞാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഇത്രയെങ്കിലും ഒന്ന് കാണാതെ പഠിക്കുക. ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി തിരിയും. 1 മിനിറ്റിൽ 6 ഡിഗ്രി. ഇനി ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയും. ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയും. ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയും. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമുക്കൊന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. മക്കളെ, സെക്കൻഡ് സൂചിയെക്കുറിച്ച് ഒരുവിധം കാര്യങ്ങളൊന്നും നമുക്ക് ആധികാരികമായിട്ട് പഠിക്കാനില്ല. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡിൽ പോകുന്ന സൂചി മിനിറ്റ് സൂചിയാണ്. നല്ല വലിയ സൂചിയാണ്, സ്പീഡിൽ പോകും. മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഒച്ച എഴുതുന്ന പോലെയാണ് എഴുതുന്നത്, നീങ്ങുന്നത്. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ തന്നെ അടുത്തൊക്കെ പോയി നോക്കുമായിരുന്നു ഈ മണിക്കൂർ സൂചി നീങ്ങുന്നുണ്ടോ എന്ന്. കാര്യം അത്ര ചെറുകയാണ് അവൻ പോകുന്നത്. ആലോചിച്ച് നോക്ക്. അപ്പോൾ മണിക്കൂർ സൂചി വളരെ ചെറുകയും മിനിറ്റ് സൂചി സ്പീഡിലുമാണ്. മിനിറ്റ് സൂചിയെ സംബന്ധിച്ച് അവൻ 1 മണിക്കൂറിൽ 360 ഡിഗ്രി നീങ്ങും. ആലോചിച്ച് നോക്കുക. 1 മണിക്ക് ഇരിക്കുന്നവൻ 1 മണിക്കൂർ ആകുമ്പോൾ 2 മണിക്കൂർ റൗണ്ട് കറങ്ങി വീഴും. അപ്പം മിനിറ്റ് സൂചിയെ സംബന്ധിച്ച് സ്പീഡിൽ പോകുന്നവനാണ് അവൻ 1 മണിക്കൂറിൽ 360. മണിക്കൂർ സൂചി പാവം ചെറുകെ പോകുന്നവനാണ് അവൻ 1 മണിക്കൂർ 30 പോകും. അങ്ങനെ പറയാൻ കാര്യം 1 മണിക്ക് മണിക്കൂർ സൂചി 1 2 മണിയാകുമ്പോൾ പാവം ചെറുകെ കറങ്ങി 2 വരും. ഇത്ര എന്ന് പറഞ്ഞാൽ 30. അപ്പം മിനിറ്റ് സൂചി 1 മണിക്കൂർ സ്പീഡിൽ 360, മണിക്കൂർ സൂചി 1 മണിക്കൂർ പാവം 30. ഇനി മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി, മണിക്കൂർ സൂചി പാവം 1 മിനിറ്റിൽ 1/2 ഡിഗ്രി. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് 2 പ്രാവശ്യമോ 3 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കണം. ഏതുറക്കത്തിലും പറയണം. മിനിറ്റ് സൂചി സ്പീഡിൽ പോകുന്ന സൂചി 1 മണിക്കൂറിൽ 360, മണിക്കൂർ സൂചി ചെറുകെ പോകുന്ന സൂചി 1 മണിക്കൂറിൽ 30, മിനിറ്റ് സൂചി സ്പീഡിൽ പോകുന്ന സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി, മണിക്കൂർ സൂചി ചെറുകെ പോകുന്ന സൂചി അവൻ 1 മിനിറ്റിൽ 1/2 ഡിഗ്രി. 1/2 ഡിഗ്രി ഇത്രേ ഉള്ളൂ. ഒന്നുകൂടെ. മിനിറ്റ് സൂചി സ്പീഡിൽ പോകുന്നവൻ അവൻ 1 മണിക്കൂറിൽ 360, മണിക്കൂർ സൂചി ചെറുകെ പോകുന്നവൻ അവൻ 1 മണിക്കൂറിൽ 30, മിനിറ്റ് സൂചി സ്പീഡിൽ പോകുന്നവൻ 1 മിനിറ്റിൽ 6, മണിക്കൂർ സൂചി ചെറുകെ പോകുന്നവൻ 1 മിനിറ്റിൽ 1/2. ഓക്കെ, ഒന്ന് കാണാവുന്നതാ പറഞ്ഞേ. മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ സ്പീഡ് 360, മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ ചെറുകെ 30, മിനിറ്റ് സൂചി 1 മിനിറ്റിൽ സ്പീഡ് 6, മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ചെറുകെ 1 മിനിറ്റിൽ 1/2. ഇങ്ങനെ എ ക്ലോക്ക് ഈസ് സ്റ്റാർട്ടഡ് അറ്റ് നൂൺ. അതായത് 12 മണിക്ക് ഒരു ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ തുടങ്ങി, അല്ലെങ്കിൽ ബാറ്ററി ഇട്ട് തുടങ്ങി. 5:10 ആവുമ്പോൾ ഈ ക്ലോക്കിൻ്റെ ദ ഹവർ ഹാൻഡ് ഹാസ് ടേൺഡ് ത്രൂ, ഈ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി എത്ര പോയി എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, മണിക്കൂർ സൂചിയെക്കുറിച്ച് നമ്മൾ പഠിച്ചത് എന്തുവാണ്? മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി, 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ്. ആലോചിച്ച് നോക്ക്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 12 മണി മുതൽ 5:10 വരെ. നൂണെന്ന് പറഞ്ഞാൽ 12 മണി. 12 തുടങ്ങി ഇപ്പം 5:10 12 മണി മുതൽ 5:10 വരെ
മണിക്കൂർ സൂചി മാത്രം എത്ര ഡിഗ്രി തിരിയുമെടാ എന്ന് മര്യാദയ്ക്ക് വന്ന് മൂക്കേ തൊട്ടാൽ മതി. ഒന്ന് വളച്ചൊക്കെ തൊട്ടുന്നേ ഉള്ളൂ. അപ്പോൾ 12 മുതൽ 5:10 വരെ മണിക്കൂർ സൂചി എത്ര പോകും? നിങ്ങൾക്കറിയാം 12 മുതൽ 5:10 വരെ, ഉച്ചയ്ക്ക് 12 മുതൽ 5:10 വരെ 5 മണിക്കൂറുണ്ട്. 1, 2, 3, 4, 5. ഇത് കൂടാതെ മക്കളെ 10 മിനിറ്റും ഉണ്ട്. ഇതിന് 2 രീതി ചെയ്യാം. ഒന്നുകിൽ എല്ലാം മിനിറ്റ് ആക്കി അതിന് 1 മിനിറ്റിൽ അരാന്നുള്ള കൺസെപ്റ്റ് വെച്ച് അര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നല്ല പാടാ, വേണ്ട. നിങ്ങൾക്കറിയാം ഇതിനിടയിൽ 5 മണിക്കൂറും 10 മിനിറ്റും ഉണ്ട്. നിങ്ങൾക്കറിയാം മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ വേണ്ട 30 ഡിഗ്രി പോകും. അപ്പം 5 മണിക്കൂറിൽ 5 ഗുണം 30 150 ഡിഗ്രി പോകും. നിങ്ങൾക്കറിയാം മണിക്കൂർ സൂചി 1 മിനിറ്റിൽ അര ഡിഗ്രി പോകും. അപ്പം 10 മിനിറ്റിൽ 10 ഇൻറ്റു അര, 10ൻ്റെ പകുതി 5 ഡിഗ്രി പോകും. ഈ 150ഉം ഈ 5 കൂടെ ചേർത്ത് മണിക്കൂർ സൂചി മാത്രം എത്ര ഡിഗ്രി പോകുമെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം 155 ഡിഗ്രി പോകും പക്ക. ഒന്നുകൂടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് മണിക്കൂർ സൂചി ശരിയാക്കി വെച്ചു. വൈകുന്നേരം 5:10 10 minutes past 5 5:10 മണിക്കൂർ സൂചി എത്ര പോകും? മക്കളെ 12 മുതൽ 5 വരെ 1, 2, 3, 4, 5. 12 മുതൽ 5 വരെ 5 മണിക്കൂറുണ്ട്. ഇത് കൂടാതെ മക്കളെ 10 മിനിറ്റുമുണ്ട്. നമുക്കറിയാം മണിക്കൂർ സൂചി 1 മണിക്കൂർ എന്ന് പറയുന്നത് 30 അപ്പോൾ 5 മണിക്കൂർ എന്ന് പറയുന്നത് 5 ഗുണം 30 150. മണിക്കൂർ സൂചി 1 മിനിറ്റിൽ നമുക്കറിയാം അര ഡിഗ്രിയാണ് തിരിയുക. അപ്പൊ 10 മിനിറ്റിൽ 1 മിനിറ്റിൽ അരയാണ്. 10 മിനിറ്റിൽ 10 ഇൻറ്റു അര, 10ൻ്റെ പകുതി. കാര്യം 1 മിനിറ്റിൽ അര, 2 മിനിറ്റിൽ 1, അങ്ങനെയാണ് 10 മിനിറ്റിൽ 10 ഇൻറ്റു അര, 10ൻ്റെ പകുതി 10 ഇൻറ്റു അര 5 150. 5 കൂടെ ചേർത്ത് 155. 12 മുതൽ 5 മണി വരെ 5 മണിക്കൂർ. 1 മണിക്കൂറിൽ മണിക്കൂർ സൂചി 30, 5 മണിക്കൂറിലായി 30 150. പിന്നെ ഒരു 10 മിനിറ്റ്, 1 മിനിറ്റിൽ അര, 10 മിനിറ്റിൽ 10 ഇൻറ്റു അര, 10ൻ്റെ പകുതി 5. സോ നമ്മുടെ ഉത്തരം 155 ആണ്. ഈ 2 ഡേറ്റകൾ നിങ്ങൾ മറക്കരുത്. മിനിറ്റ് സൂചി സ്പീഡിൽ 1 മണിക്കൂറിൽ 360, മണിക്കൂർ സൂചി ചെറുകെ അവൻ 1 മണിക്കൂറിൽ 30, മിനിറ്റ് സൂചി സ്പീഡിൽ 1 മിനിറ്റിൽ 6, മണിക്കൂർ സൂചി ചെറുകെ 1 മിനിറ്റിൽ അര. അടുത്ത ചോദ്യം, ഇഫ് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഹാസ് മൂവ്ഡ് 300 ഡിഗ്രി, then how many degrees has the how hand moved? മലയാളത്തിൽ പറഞ്ഞ മിനിറ്റ് സൂചി 300 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടെങ്കിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി നീങ്ങി? ഒന്നുകൂടെ പറയുന്നു, മിനിറ്റ് സൂചി 300 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടെങ്കിൽ മണിക്കൂർ സൂചി എത്ര നീങ്ങും? പല രീതിയിൽ ഇത് ചെയ്യാം. 2022 ഡിഗ്രി പ്രിലിംസ് ഫേസ് 2 ആണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ? മിനിറ്റ് സൂചി ഇത്ര നീങ്ങിയാൽ മണിക്കൂർ സൂചി എത്ര നീങ്ങും? അല്ല, മണിക്കൂർ സൂചി ഇത്ര നീങ്ങിയാൽ മിനിറ്റ് സൂചി എത്ര നീങ്ങും? ഈ ചോദ്യം അല്ല ഇങ്ങനെ. ഇവിടെ നോക്ക്, മിനിറ്റ് സൂചി 300 നീങ്ങി, മണിക്കൂർ സൂചി എത്ര? ഇത് വേണേൽ തിരിച്ചും വരാം. മണിക്കൂർ സൂചി ഇത്ര നീങ്ങി, മിനിറ്റ് സൂചി എത്ര? മക്കളെ, ഇങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങളൊരു ഡേറ്റ ഒന്ന് പഠിച്ചു വെച്ചോണം. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയുടെയും മൂവ്മെൻറ്റിൻ്റെ റേഷ്യോ 12:1 ആണ്. ഒരു 4-5 പ്രാവശ്യം എഴുതി വെക്കുക. ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും മൂവ്മെൻറ്റിൻ്റെ റേഷ്യോ 12:1 ആണ്. സോറി, മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും, മിനിറ്റ് ഹാൻഡ് ആൻഡ് ദ ഹവർ ഹാൻഡ്, the ratio between the movements of minute hand and the hour hand is equal to 12:1. മിനിറ്റ് സൂചി മണിക്കൂർ സൂചി അവരുടെ മൂവ്മെൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ 12:1 ആണ്. നിങ്ങൾ ആലോചിക്കുക, അതെന്താടാ അങ്ങനെ? അതായത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി, അതിൽ സ്പീഡിൽ പോകുന്ന സൂചി മിനിറ്റ് അല്ലേ? മിനിറ്റ് സൂചിയുടെ റേഷ്യോ 12 ആണ്. ചെറുകെ പോകുന്ന സൂചി മണിക്കൂർ അല്ലേ? മണിക്കൂർ സൂചിയുടെ റേഷ്യോ 1 ആണ്. നിങ്ങൾ ആലോചിക്കും, നീ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത്? അതായത് മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി നീങ്ങിയാൽ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ അര ഡിഗ്രിയെ നീങ്ങും.
ഈ 6:1/2 ഒന്ന് റേഷ്യോ ആക്കുമ്പോൾ ഈ 2 ഇവിടെയും ഇവിടെ ക്രോസ് ചെയ്യാൻ ആരുമില്ല. 6 2 12 ഇത് ഒന്നും വന്നു. 6:1/2 എന്ന് എടുത്താലും മതി. പക്ഷെ ഈ പോയിന്റ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അലർജിയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പഠിച്ചു വെക്കാൻ പറയുന്നത്. കാര്യം മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 6 ഈ 6:1/2 റേഷ്യോ ആക്കുമ്പോൾ ഒന്ന് ക്രോസ് ചെയ്താൽ നമുക്കറിയാം 6 2 12 1 × 1 1 12:1. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള റേഷ്യോ 12:1 12:1 12:1 12:1 സെറ്റ്. ഇനി നമ്മളോട് ഇവിടെ എന്താ പറയുന്നത്? മിനിറ്റ് സൂചി 300 ഡിഗ്രി പോയി, മണിക്കൂർ സൂചി എത്ര പോകും? അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർക്കണം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള റേഷ്യോ 12:1. ഇനി മൂവ്മെന്റിന്റെ റേഷ്യോ 12:1. മിനിറ്റ് സൂചിയുടേതാണ് തരുന്നതെങ്കിൽ 12 റേഷ്യോ ആണത്. മണിക്കൂർ സൂചിയുടേതാണ് തരുന്നതെങ്കിൽ 1 റേഷ്യോ ആണത്. നമ്മളോട് പറയുന്നു മണിക്കൂർ സൂചി അല്ല മിനിറ്റ് സൂചി 300 പോയി. അപ്പോഴേ നിങ്ങൾ ആലോചിക്കണം മിനിറ്റ് സൂചിയുടെ മൂവ്മെന്റിന്റെ റേഷ്യോ 12 റേഷ്യോയാണ് 300. നമ്മളോട് ചോദിച്ചേക്കുന്നു മണിക്കൂർ സൂചിയുടെ മൂവ്മെന്റിന്റെ റേഷ്യോ. മണിക്കൂർ സൂചിയുടെ മൂവ്മെന്റിന്റെ റേഷ്യോ 1 റേഷ്യോ. അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 12 റേഷ്യോ 300 ആണ്. 1 റേഷ്യോ എത്ര പറയുമ്പോഴേ നമുക്കറിയാം 300/12. അല്ലെ ക്രോസ് ചെയ്താൽ തന്നെ നമുക്കറിയാം 1 × 300/12. അല്ലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടല്ലേ 12 റേഷ്യോ 300. 1 റേഷ്യോ എത്രയാണെന്നറിയാം 300/12 ചെയ്താൽ പോരെ. 300നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെ വെട്ടാനായിട്ടൊന്നുമില്ല 300നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 25 ഡിഗ്രിയാണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാ. വളരെ സിമ്പിൾ. ഒന്നുകൂടെ. ഇഫ് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഹാസ് മൂവ്ഡ് 300 ഡിഗ്രി then how many degrees has the hour hand moved? മലയാളത്തിൽ പറഞ്ഞാൽ ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 300 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടെങ്കിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി നീങ്ങും? അപ്പോഴേ നിങ്ങൾ ആലോചിക്കുക മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും മൂവ്മെന്റുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് 12:1 ആയിട്ട് എടുക്കാം. മിനിറ്റ് സൂചി നീങ്ങിയത് 12 റേഷ്യോ, മണിക്കൂർ സൂചി നീങ്ങിയത് 1 റേഷ്യോ. നമ്മളിവിടെ മിനിറ്റ് സൂചിയുടെ മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 12 റേഷ്യോ, മിനിറ്റ് സൂചിയുടെ ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 1 റേഷ്യോ ആയിട്ടും എടുക്കാം. ഇവിടെ മിനിറ്റ് സൂചി പോയത് 300. മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ 12 റേഷ്യോ. നമ്മൾ കൊടുത്തു 12 റേഷ്യോ എന്ന് പറയുന്നത് 300. നമുക്ക് മണിക്കൂർ സൂചിയുടേത് കാണണം. മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 1 റേഷ്യോ. 12 റേഷ്യോ 300 ആണ്. 1 റേഷ്യോ എത്ര പറയുമ്പോൾ തന്നെ നമുക്കറിയാം 300നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. കാര്യം 12 300 ആണ്. 1 300/12 അല്ലേ. ഇനി അതല്ല ക്രോസ് വേണേലും ചെയ്യാം. ക്രോസ് ചെയ്യുന്ന എങ്ങനെ? 1 × 300 /12 ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം 25. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇതുപോലെ ഞാൻ ഒരു ചോദ്യം കൂടെ നിങ്ങളെടുത്ത് പറയാം. ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി കേട്ടോണം. ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി 8 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടെങ്കിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി നീങ്ങും? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി ഇഫ് ദ ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഹാസ് മൂവ്ഡ് 8 ഡിഗ്രി then മിനിറ്റ് ഹാൻഡ് മൂവ്ഡ് ഡാഷ്. മലയാളത്തിൽ പറഞ്ഞാൽ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി 8 ഡിഗ്രി നീങ്ങിയിട്ടുണ്ടെങ്കിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി നീങ്ങും? ഇങ്ങനെ ഒരു ചോദ്യം വന്നാലേ നിങ്ങൾ മനസ്സിലോർക്കണം ഏതൊരു ക്ലോക്കിൻ്റെയും മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും മൂവ്മെൻറ്റിൻ്റെ റേഷ്യോ 12:1 ആണ്. മിനിറ്റ് സൂചിയുടെ മൂവ്മെൻ്റ് ആണെങ്കിൽ 12, മണിക്കൂർ സൂചിയുടെ മൂവ്മെൻ്റ് ആണെങ്കിൽ 1. നമുക്കിവിടെ മണിക്കൂർ സൂചിയുടെ മൂവ്മെൻറ്റ് തന്നു 8. മണിക്കൂർ സൂചി എന്ന് പറയുമ്പോഴേ ഓർത്തോളാം 1 റേഷ്യോ. 1 റേഷ്യോയാണ് 8. മിനിറ്റ് സൂചിയുടേത് കാണണം. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 12 റേഷ്യോ. അപ്പോൾ ഈ ചോദ്യം സിമ്പിളായി ഇത്രേ ഉള്ളൂ. 1 റേഷ്യോ 8 ആണ്. 12 റേഷ്യോ എത്ര? ക്രോസ് ചെയ്യടാ പിള്ളേരെ. 12 × 8 / 1. അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1 റേഷ്യോ 8. അങ്ങനെയാണെങ്കിൽ 12 റേഷ്യോ കാണാൻ 8നെ 12 കൊണ്ട് ഗുണിച്ചാൽ പോരെ. വളരെ സിമ്പിൾ. വെട്ടാനായിട്ടൊന്നുമില്ല. 12 × 8 96 ആണ് ഉത്തരം. ഒന്നുകൂടെ. മണിക്കൂർ സൂചി 8 ഡിഗ്രി പോയി. മണിക്കൂർ സൂചിയുടെ മൂവ്മെന്റിന്റെ റേഷ്യോ 1 റേഷ്യോ. 1 റേഷ്യോയാണ് 8. അങ്ങനെയാണ് മിനിറ്റ് സൂചി എത്ര പോകും? മിനിറ്റ് സൂചിയുടെ മൂവ്മെന്റ് 12 റേഷ്യോ. 1 റേഷ്യോ 8 ആണ്. 12 റേഷ്യോ എത്ര? ക്രോസ് ചെയ്യാം. അല്ലേ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1 റേഷ്യോ 8.
അങ്ങനെയാണെങ്കിൽ 12 റേഷ്യോ കാണാൻ 12 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെ ക്രോസ് ചെയ്താൽ മതി. നമ്മുടെ ഉത്തരം 96 പക്ക. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ആർ 25 minutes apart, വാട്ട് വിൽ ബി ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദം? 2023 ഡിഗ്രി പ്രിലിംസിന് വന്ന ചോദ്യമാണ്. ഈ ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ 25 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണ് അവർക്കിടയിലുള്ള ആംഗിൾ എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ആദ്യമായി വായിക്കുന്നവർ ചെറിയ ഡൗട്ടൊക്കെ ആയിരിക്കും. എടാ, മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിക്കും ഇടയിലുള്ള കോണളവാണോ, അങ്ങനെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്, വലിയ സംഭവമാണോ എന്നൊക്കെ ചിന്തിക്കും. ഒന്നുമില്ല. നിങ്ങൾ മനസ്സിരുത്തി ഈ ചോദ്യം ഒന്ന് വായിക്കുക. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ്, അല്ലെ 25 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നത്. 25 മിനിറ്റ് എത്രയാണോ അത്രയും മാറിയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇവർക്കിടയിലുള്ള കോണളവ് കാണണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലോക്ക് വരച്ചു. നിങ്ങൾക്ക് വേണേ വരയ്ക്കാം, വേണ്ടേ വരയ്ക്കണ്ട, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരു ക്ലോക്ക് വരച്ചു. ആ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി ഏത് സമയവും ആയിക്കോട്ടെ, ചിലപ്പോൾ 1:15 ആവാം, അല്ലെങ്കിൽ 1 മണിയാവാം, 2 മണിയാവാം, വാട്ടവർ. മിനിറ്റ് സൂചി രണ്ടും വലിയ സൂചികളാണ്. കാര്യം മിനിറ്റ് സൂചി ആയാലും സെക്കൻഡ് സൂചി ആയാലും അത്യാവശ്യം വലിയ സൂചികളാണ്. മിനിറ്റ് സൂചി 12ലാണ് ഇരിക്കുന്നതെങ്കിൽ, മണിക്കൂർ സൂചി എവിടെയെങ്കിലും ഇരുന്നോട്ട്, അതിനെക്കുറിച്ചൊന്നും നമ്മളോട് പറയുന്നില്ല. സെക്കൻഡ് സൂചി 25 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ 5ലായിരിക്കും. 25 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ 5ലായിരിക്കും. എന്തുകൊണ്ടാണ്? കാര്യം 5 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ 1ലാണ്, 10 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ 2ലാണ്, 15 ആണ് 3, 20 ആണ് 4, 25 ആണ് 5. അതായത് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ 5 മിനിറ്റ് ആണ്. ഇനി ഇവിടെ തന്നെ വരണമെന്നൊന്നുമില്ല, ഞാൻ അസ്യൂം ചെയ്തതാണ്. ഇനി ഒരു ഉദാഹരണം പറഞ്ഞ, മിനിറ്റ് സൂചി 1ലാണെങ്കിൽ 25 മിനിറ്റ് മാറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൂചി 2, 3, 4, 5, 6ലായിരിക്കും. അതായത് 25 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ 5 ഡിവിഷൻസ് ഉണ്ട് എന്നല്ലേ? കാര്യം 5 മിനിറ്റ് ആണ് ഒരു ഡിവിഷൻ. കണ്ടോ, 12ൽ നിന്ന് 1 വരുമ്പോഴാണ് 5 മിനിറ്റ് ആവുന്നത്. 1ൽ നിന്ന് 2 ആവുമ്പോൾ വീണ്ടും 5 മിനിറ്റ്. അപ്പം നമുക്ക് മനസ്സിലായി ഇവർക്കിടയിൽ 25 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര ഡിഗ്രി ആണ് എന്നല്ലയോ ചോദ്യം? നിങ്ങൾക്കറിയാം ഇത് 30 കാര്യം ക്ലോക്കിന്റെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 30. ഇത് 60, ഇത് 90, ഇത് 120, ഇത് 150. നമുക്ക് പറയാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 150. നമ്മൾ ആദ്യമായി ഈ ചോദ്യം കാണുമ്പോൾ എന്തൊക്കെയോ ചിന്തിക്കും, പക്ഷെ വളരെ സിമ്പിളാണ്. ഒന്നുകൂടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു, മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിക്കുമിടയിൽ 25 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോഴേ നിങ്ങൾ മനസ്സിൽ ഒരു സമയം അങ്ങ് കാണാം. ഏതേലും ഒരു സമയത്ത് മിനിറ്റ് സൂചി 12ലാണെങ്കിൽ ഇവർക്കിടയിൽ 25 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മണിക്കൂർ സൂചി 5ലാണ്. ആലോചിച്ച് നോക്ക്, 5ലാണ്. സോറി, മണിക്കൂറല്ല, സെക്കൻഡ് സൂചിയാ പറയുന്നത്. കാര്യം ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 5, 2 ഗ്യാപ്പ് 10, 3 ഗ്യാപ്പ് 15, 4 ഗ്യാപ്പ് 15, 20, 5 ഗ്യാപ്പ് 25. അപ്പോൾ 5ലാണ്. ഇവർക്കിടയിലുള്ള കോണളവ് വേണം. ഇത് നമുക്കറിയാം. ഈ കോണളവ് കാണണം. ഒരു ഡിവിഷൻ 30, 2 ഡിവിഷൻ 60, 3 ഡിവിഷൻ 90, 4 ഡിവിഷൻ 120, 5 ഡിവിഷൻ 150. അല്ലേ തന്നെ നമുക്കറിയാം ഇവർക്കിടയിൽ 5 ഡിവിഷൻസുകളുണ്ട്. ഒരു ഡിവിഷൻ 30 5 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 5 ഗുണം 30 150 ഡിഗ്രി. പക്ക ക്ലിയർ ആണ്. ഇനി ഈ ഫിഗർ വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കറിയാം മിനിറ്റ് സൂചിക്കും സെക്കൻഡ് സൂചിക്കും ഇടയിൽ 25 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ മിനിറ്റ് സൂചി 12ലാണ്, മറ്റേത് 25 ആകണമെങ്കിൽ 12ലാവണം നിർബന്ധമില്ല, അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. 25 മിനിറ്റ് മാറി ഇരിക്കണമെങ്കിൽ ഇവർക്കിടയിൽ 5 ഗ്യാപ്പ് ഉണ്ട്. കാര്യം ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്, 2 ഗ്യാപ്പ് 10 മിനിറ്റ്. അപ്പൊ 25 ആവുമ്പോൾ 5 ഗ്യാപ്പ് ഉണ്ട്. ഒരു ഗ്യാപ്പ് 30, 5 ഗ്യാപ്പ് 5 ഗുണം 30 150. ഇതുപോലെ ഒരു ചോദ്യം കൂടെ പെട്ടെന്ന് ആലോചിക്കാം.
if the minute hand and the second hand of a clock are 20 minutes apart എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 20 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവർക്കിടയിൽ രൂപപ്പെടുന്ന കോണ്. അപ്പോഴേ നിങ്ങൾ മനസ്സിലാലോചിക്കുക, ഞാൻ വെസ്റ്റ് വേണമെന്ന് വരച്ച് കാണിക്കാം, വരയ്ക്കണ്ടാടോ എന്നാലും. അപ്പോൾ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 20 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിൽ അസ്യൂം ചെയ്തു മിനിറ്റ് സൂചി 12ലാണ്. 20 മിനിറ്റ് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ സെക്കൻഡ് സൂചി 4ലാണ്. കാര്യം 1 വരുമ്പോൾ 5 മിനിറ്റ്, 2 വരുമ്പോൾ 10 മിനിറ്റ്, 3 വരുമ്പോൾ 15 മിനിറ്റ്, 4 വരുമ്പോൾ 20 മിനിറ്റ്. ഇവർക്കിടയിൽ 4 ഗ്യാപ്പ് ഉണ്ടാവും. എന്നാലേ 20 മിനിറ്റ് മാറിയിരിക്കാൻ പറ്റൂ. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30, ഇത് 60, ഇത് 90, ഇത് 120 സെറ്റ്. ഇനി അതല്ല, നിങ്ങൾ ഇത്രയൊന്നും വരയ്ക്കാതെ മനസ്സിൽ വെറുതെ ചിന്തിച്ചു നോക്ക്. 20 മിനിറ്റിന്റെ ഗ്യാപ്പാണ്. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റാ. അപ്പോൾ 20 മിനിറ്റിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എടാ മക്കളെ 4 ഗ്യാപ്പ് ഉണ്ട്. ഒരു ഗ്യാപ്പ് 5 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഗ്യാപ്പ്. 4 ഗ്യാപ്പിനിടയിൽ രൂപപ്പെടുന്ന കോണളവ്. ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30. അപ്പം 4 ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 4 ഗുണം 30 120 ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി, കൃത്യമായും അത് നോട്ടിൽ കുറിച്ച് വെച്ചു എന്ന് തന്നെ കരുതുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലെ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് കൂടെ ആയപ്പോഴത്തേക്കിന് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കും ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ വന്ന 4ാമത്തെ ക്ലാസ്സാണ് ഇത്. ഈ ഒരു ക്ലാസ് കൂടെ ആകുമ്പോഴത്തേക്കിന് 2 ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമായും സെറ്റായി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ചോദ്യങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ ഇടും. അതും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക, ഓക്കെ ആക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.